നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സോഫ്റ്റ് ബൈപോളാർ ഡിസോർഡറിനെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ചനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അരുൺ ബി നായരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഒരു വ്യക്തിത്വമുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്കൊരു ബിഹേവിയറുണ്ട്. ഈ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത് ഈ വ്യക്തിത്വത്തിൽ നിന്ന് എത്രത്തോളം മാറി നിൽക്കുന്നു, അതിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും? ഇപ്പം ബൈപോളാർ ഡിസോർഡർ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ദ്വിധ്രുവ വൈകാരിക രോഗം എന്ന് പറയും. കാരണം നമ്മുടെ മനസ്സിൻ്റെ വൈകാരിക അവസ്ഥയിൽ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, ടെൻഷൻ, ഉത്കണ്ഠ, ഇതൊക്കെയുണ്ട്. പക്ഷേ ഒരു പരിധി വരെയൊക്കെ ഈ സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മുടെ ജോലിയെ അത് ദോഷകരമായി ബാധിക്കത്തില്ല, വ്യക്തിബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കത്തില്ല. നമ്മുടെ വ്യക്തിബന്ധങ്ങളെയോ തൊഴിലിനെയോ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ വൈകാരിക പ്രകടനങ്ങൾ വളരുമ്പോഴാണ് നമ്മളതിനെ മൂഡ് ഡിസോർഡർ അല്ലെങ്കിൽ വൈകാരിക രോഗം എന്ന് പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വൈകാരിക രോഗമാണ് ഈ ബൈപോളാർ ഡിസോർഡർ അല്ലെങ്കിൽ ദ്വിധ്രുവ വൈകാരിക രോഗം. ഈ ബൈപോളാർ ഡിസോർഡറിൽ ഒരേ വ്യക്തിയുടെ ജീവിതചക്രത്തിൻ്റെ രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ഉന്മാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകാം, മറ്റൊരു ഘട്ടത്തിൽ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണവും. ഉന്മാദ രോഗം എന്ന് പറഞ്ഞാൽ അമിത ഊർജ്ജസ്വലതയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. എത്ര ജോലി ചെയ്താലും ക്ഷീണം തോന്നുന്നില്ല, രാത്രിയിൽ ഉറക്കമില്ല, ഒട്ടും ഉറങ്ങിയില്ലെങ്കിൽ പോലും പകലും നല്ല ഊർജ്ജസ്വലതയായിരിക്കും. അമിതമായ സംസാരം, പരിചയമില്ലാത്ത ആളുകളെ പോലും ഇടിച്ചു കയറി സംസാരിക്കുന്ന അവസ്ഥ. ഒന്നുകിൽ അമിത സന്തോഷ പ്രകടനങ്ങൾ അല്ലെങ്കിൽ അമിത ദേഷ്യ പ്രകടനങ്ങൾ. പലപ്പോഴും ഇല്ലാത്ത പല കഴിവുകളുമുണ്ട് എന്നുള്ള വിശ്വാസം, അമിതമായ ആത്മവിശ്വാസം. വളരെ ദരിദ്രനായ വ്യക്തി പോലും 1000 കോടിയുടെ സ്വത്തുണ്ട് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പെരുമാറിയെന്നിരിക്കും. ദൈവീകമായ കഴിവുകളുണ്ട് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പെരുമാറിയെന്നിരിക്കും. ഇതാണ് ഉന്മാദം അല്ലെങ്കിൽ മാനിയ എന്ന് പറയുന്നത്. ഒരാഴ്ചയെങ്കിലും ഈ രോഗലക്ഷണങ്ങൾ നീണ്ടു നിന്നാൽ നമ്മളതിനെ ഉന്മാദ രോഗം, മാനിക് ഡിസോർഡർ എന്ന് പറയാം. കുറേ നാൾ കഴിഞ്ഞ് ഇപ്പോൾ ഈ മാനിയ വന്നു, അത് ചികിത്സ എടുത്തു, ഭേദമായി, കുറേ നാൾ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നു. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഒരു ദിവസം വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. വിഷാദം എന്ന് പറയുമ്പോൾ തുടർച്ചയായ സങ്കടം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന സങ്കടം, ജോലികൾ ചെയ്യാൻ താല്പര്യമില്ലായ്മ, പണ്ട് ആസ്വദിച്ച കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലായ്മ, ഒരു കാരണവുമില്ലാത്ത ക്ഷീണം വരുന്നു, വിശപ്പ് കുറയുന്നു, ശ്രദ്ധക്കുറവ് വരുന്നു, മനസ്സിൽ കഠിനമായ നിരാശ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ജീവിതത്തിലൊരു പ്രതീക്ഷയില്ല എന്നുള്ളൊരു തോന്നൽ, ആത്മഹത്യാ പ്രവണത, ഇത്തരം അവസ്ഥകൾ വരുന്നു. അപ്പോൾ ഈ ഉന്മാദവും വിഷാദവും മാറി മാറി ഒരേ വ്യക്തിയുടെ ജീവിതചക്രത്തിൻ്റെ രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ഒരു അവസ്ഥയ്ക്കാണ് ബൈപോളാർ ഡിസോർഡർ എന്ന് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളമുണ്ട്. പലപ്പോഴും ഒരു വ്യക്തി കുറച്ചു നേരം വിഷമിച്ചിരിക്കാലോ, അല്ലെങ്കിൽ ഒരു വിഷാദത്തിന് അടിമയായി നിന്ന് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഉന്മാദാവസ്ഥയിലായി കഴിഞ്ഞു കഴിഞ്ഞാലോ പെട്ടെന്ന് ഈ ഒരു ഡോക്ടറെ അടുത്തേക്ക് എത്തപ്പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ള ചികിത്സാ രീതികളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അല്ല, ഇതിൽ വിഷാദ രോഗത്തിൻ്റെ അവസ്ഥ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിലൊരു 10% പേർക്ക് വിഷാദ രോഗം വരുന്നു എന്നുള്ളതാണ്. സ്ത്രീകളുടെ കണക്കെടുത്താൽ 20% സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷാദം. ബൈപോളാറിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 1 മുതൽ 2% വരെ ആളുകൾക്ക് ഈ ബൈപോളാർ ഡിസോർഡറിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറച്ച് സമയം വിഷമിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് വിഷാദ രോഗമായിട്ട് അതിനെ കാണണ്ട. 2 ആഴ്ചക്കാലമെങ്കിലും തുടർച്ചയായി സ്ഥായിയായ സങ്കടം, ജോലികൾ ചെയ്യാൻ താല്പര്യമില്ലായ്മ, ക്ഷീണം, ഉറക്കക്കുറവ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട്, നിരാശ തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിലാണ് അതിനെ നമ്മൾ വിഷാദ രോഗം എന്ന് പറയുന്നത്. അതേപോലെ അമിത ഊർജ്ജസ്വലത, അമിത സംസാരം, അമിത ആത്മവിശ്വാസം, ഒന്നുകിൽ അമിത സന്തോഷം അല്ലെങ്കിൽ അമിത ദേഷ്യം 7 ദിവസമെങ്കിലും ഒരാഴ്ചയെങ്കിലും അത് തുടർച്ചയായിട്ട് നീണ്ടു നിന്നാലാണ് അതിനെ ഉന്മാദ രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷാദ രോഗമായാലും ഉന്മാദ രോഗമായാലും ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾക്ക് തടസ്സമുണ്ടാക്കുന്ന ഒരു ലെവലിലേക്ക് പോയാൽ അവിടെ ചികിത്സ വേണ്ട ഒരു സ്ഥിതി വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചികിത്സ എടുക്കാത്ത വിഷാദ രോഗം പലപ്പോഴും ആത്മഹത്യകൾക്ക് കാരണമാവുന്നുണ്ട്. കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് വളരെ കൂടുതലായിരുന്നു. ഇന്ത്യയിലെ തന്നെ 1ാം സ്ഥാനമായിരുന്നു ഒരു 10 കൊല്ലം മുമ്പ് വരെ കേരളം അലങ്കരിച്ചിരുന്നത്. അപ്പോൾ വിപുലമായ ബോധവൽക്കരണം മൂലം ആളുകൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ എടുക്കാൻ തയ്യാറായതോടെയാണ് കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 5ാം സ്ഥാനത്താണ് കേരളത്തിലെ ആത്മഹത്യാ നിരക്ക്. അപ്പോൾ ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ ചികിത്സ എടുത്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ആത്മഹത്യാ പ്രവണത അടക്കമുള്ള സങ്കീർണതകളാണ് ഈ ബൈപോളാർ ഡിസോർഡറിനെ പ്രസക്തമാക്കുന്നത്. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ ഈ സാർ പറഞ്ഞ പോലെ ബൈപോളാർ ഡിസോർഡറിനെ കുറിച്ച് പറയുമ്പോൾ ഈ സോഫ്റ്റ് ബൈപോളാർ ഡിസോർഡർ മറ്റൊന്നിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു, അല്ലെങ്കിൽ എന്ത് വ്യത്യാസമാണ് ഈ സോഫ്റ്റ് ബൈപോളാർ ഡിസോർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ
യഥാർത്ഥ ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുമ്പോൾ വ്യക്തമായ ഉന്മാദം എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ അസഹനീയമായ രീതിയിലുള്ള പെരുമാറ്റ വൈകല്യങ്ങളാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹം അസ്വാഭാവിക പെരുമാറ്റമാണ് കാണിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റുന്ന രീതിയിലുള്ള അമിതമായ സംസാരവും കാര്യങ്ങളും പ്രകടമാവും. പക്ഷേ ഇവിടെ എങ്കിലും ഇത്രത്തോളം പ്രകടമായ പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടാവാതെ ചെറിയ തോതിലുള്ള ദേഷ്യ പ്രകടനങ്ങൾ അതിങ്ങനെ മാറി മാറി വരിക, അങ്ങനത്തെ അവസ്ഥകൾ വരാം. ഈ ഘട്ടത്തിലാണ് നമ്മൾ അതിനെ സോഫ്റ്റ് ബൈപ്പോളാർ എന്ന് പറയുന്നത്. 10 വ്യത്യസ്ത തരത്തിലുള്ള സോഫ്റ്റ് ബൈപ്പോളാറുകളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമായിരിക്കും. അവിടെ ഉന്മാദത്തിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. പക്ഷേ ഈ വിഷാദത്തിന് ചികിത്സ എടുക്കുന്നു, ആദ്യഘട്ടത്തിൽ ചികിത്സയോടെ നന്നായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ചികിത്സ എടുക്കുമ്പോൾ തന്നെ വീണ്ടും വിഷാദ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇതാണ് ഒരു തരം സോഫ്റ്റ് ബൈപ്പോളാറിൻ്റെ സ്വഭാവം. ഇനി അടുത്ത ഒരു തരം സോഫ്റ്റ് ബൈപ്പോളാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിത്തഭ്രമത്തിൻ്റെ ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് കാണും. അതായത് മനസ്സിൽ കടന്നു വരുന്ന ചില മിഥ്യാവിശ്വാസങ്ങൾ, ആരൊക്കെയോ തന്നെ കൊല്ലാൻ വരുന്നു എന്ന തോന്നൽ, ചെവിയിൽ മുഴങ്ങുന്ന അശരീരി ശബ്ദങ്ങൾ പോലെയുള്ള മിഥ്യാ അനുഭവങ്ങൾ, ഈ ചിത്തഭ്രമ ലക്ഷണങ്ങൾ തുടർച്ചയായി കാണും. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ചില ഉന്മാദ ലക്ഷണങ്ങൾ വരും. കുറേ നാൾ കഴിയുമ്പോൾ ചില വിഷാദ ലക്ഷണങ്ങൾ വരും. സ്കിസോ ബൈപ്പോളാർ എന്ന് പറയുന്ന അവസ്ഥ. ഇതാണ് അടുത്ത ഒരു സോഫ്റ്റ് ബൈപ്പോളാർ. ഇനി മറ്റൊരു മൂന്നാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ലഘു ഉന്മാദം അല്ലെങ്കിൽ ഹൈപ്പോമാനിയ എന്നൊരവസ്ഥയുണ്ട്. ഇവിടെ വളരെ തീവ്രമായ ഉന്മാദമൊന്നുമില്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ സാധാരണയിലും കവിഞ്ഞ ഒരു ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും. അപ്പോൾ ഇത് ഇവൻ്റെ സാധാരണ സ്വഭാവമല്ലല്ലോ എന്ന് ആളുകൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ഇത്. പലപ്പോഴും വലിയ താല്പര്യത്തോടെ പോയി വലിയ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക, കയ്യിൽ പണമില്ലെങ്കിൽ പോലും ഈ ചെക്കൊക്കെ വലിയ തുകയ്ക്ക് ഒപ്പിട്ട ആൾക്കാർക്ക് കൊടുക്കുക, അങ്ങനത്തെയുള്ള കുറേ രീതികൾ. അപ്പോൾ ഇതിൻ്റെ ഈ ലഘു ഉന്മാദത്തിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ സമയത്ത് പലപ്പോഴും വലിയ ബിസിനസ് ഡീലുകളിലൊക്കെ ഇവർ ചെന്ന് ചാടിക്കൊടുക്കും. കയ്യിൽ പണമില്ലെങ്കിൽ പോലും ചെക്കൊക്കെ വലിയ തുകയ്ക്ക് ഒപ്പിട്ട് കൊടുക്കും. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഈ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് വണ്ടി ചെക്ക് എന്നുള്ള രീതിയിൽ പരിഗണിക്കപ്പെടും. ഇവർ നിയമപ്രശ്നങ്ങളിലേക്ക് ചെന്ന് കുടുങ്ങുന്ന ഒരു സാഹചര്യം വരും. ഇനി മറ്റൊരു തരത്തിലുള്ള സോഫ്റ്റ് ബൈപ്പോളാർ എന്ന് പറയുന്നത് വിഷാദരോഗം ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷേ ഇതിനോടൊപ്പം ലഹരിയുടെ ഉപയോഗം, മദ്യപാനമാകാം, കഞ്ചാവാകാം, മറ്റെന്തെങ്കിലും ലഹരികളാകാം. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതോടുകൂടി ഈ വിഷാദ ലക്ഷണങ്ങൾ മാറി ഒരു ഉന്മാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പോലെ ഈ വ്യക്തി അങ്ങ് മാറിപ്പോവുകയാണ്. ഇത് മറ്റൊരു തരം സോഫ്റ്റ് ബൈപ്പോളാറാണ്. ഇനി മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് സൈക്ലോതൈമിയ എന്നൊരവസ്ഥയുണ്ട്. സൈക്ലോതൈമിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ലഘുവായ ഭാഷയിൽ പറഞ്ഞാൽ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയും. ചില വ്യക്തികൾക്ക് പെട്ടെന്ന് സന്തോഷം, കുറച്ചു നേരം കഴിയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് സങ്കടം, ഈ പൊടുന്നനെ മാറി വരുന്ന വൈകാരികാവസ്ഥ. ഒരേ ദിവസം തന്നെ കുറച്ചു നേരം വലിയ സന്തോഷമായിരിക്കും, കുറച്ചു നേരം വലിയ സങ്കടമായിരിക്കും. ഈ പൊടുന്നനെ മാറി വരുന്ന വൈകാരികാവസ്ഥയ്ക്കാണ് സൈക്ലോതൈമിയ. ഈ സൈക്ലോതൈമിയ ഉള്ള വ്യക്തിത്വങ്ങൾക്ക് അതിനോടൊപ്പം വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളും കൂടെ വന്നാൽ അതിനെ നമ്മൾ മറ്റൊരു തരം സോഫ്റ്റ് ബൈപ്പോളാറായിട്ട്. ചില ആളുകളിലെങ്കിലും ഈ വിഷാദ രോഗത്തിൻ്റെ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ആ ചികിത്സയ്ക്കിടയിൽ തന്നെ മറ്റൊരു പ്രകോപനവും ഇല്ലാതെ ചിലപ്പോൾ ഒരു ഉന്മാദത്തിൻ്റെ ലക്ഷണം പ്രത്യക്ഷപ്പെട്ടു വരാം. ഇതും ഒരു സോഫ്റ്റ് ബൈപ്പോളറായിട്ട് പറയാം. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചില വ്യക്തികളെങ്കിലും അടിസ്ഥാനപരമായിട്ട് വലിയ ഊർജ്ജസ്വലതയുള്ള ആളുകളാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് സംസാരിക്കും. അവർ അടിസ്ഥാന സ്വഭാവം തന്നെ കടുത്ത ഊർജ്ജസ്വലതയുടെ ഒരു സ്വഭാവമാണ്, പ്രകൃതമാണ്. അവർ ഒരുപാട് മൾട്ടി ടാസ്കിങ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്നിരിക്കും. വളരെ എഫിഷ്യൻ്റായിട്ടുള്ള കഴിവുറ്റ വ്യക്തികളായിട്ട് അവരെ സമൂഹം വിലയിരുത്തും. ഇത്തരം ആളുകൾക്ക് ഈ വിഷാദരോഗം ചിലപ്പോൾ വികസിച്ച് വന്നെന്നിരിക്കാം. അപ്പോൾ ഈ പൊതുവേ വളരെ ഊർജ്ജസ്വലരായ ഹൈപ്പർ തൈമിക് ടെമ്പർമെൻ്റ് എന്ന് പറയുന്ന ആ ഊർജ്ജസ്വല പ്രകൃതിയുള്ള വ്യക്തികൾക്ക് വിഷാദരോഗം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സോഫ്റ്റ് ബൈപ്പോളറായിട്ട് പറയും. ഇനി അടുത്ത ഒരു തരം സോഫ്റ്റ് ബൈപ്പോളാർ ഈ മേധാക്ഷയ രോഗം അല്ലെങ്കിൽ മറവി രോഗം, അൽസൈമേഴ്സ് പോലെയുള്ള മറവി രോഗം വരുന്ന ആളുകൾ. ഈ മറവി രോഗം വരുന്ന ആളുകൾക്ക് അതിൻ്റെ പശ്ചാത്തലത്തിൽ വൈകാരികമായ അസ്വസ്ഥതകൾ വരികയാണ്. ഒന്നുകിൽ ഉന്മാദത്തിൻ്റെയോ ലഘു ഉന്മാദത്തിൻ്റെയോ വിഷാദത്തിൻ്റെയോ ഒക്കെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ അതിനെയും നമ്മൾ സോഫ്റ്റ് ബൈപ്പോളറായിട്ട് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇത്തരത്തിൽ മനസ്സിൻ്റെ വൈകാരിക അവസ്ഥയ്ക്ക് സ്ഥിരമായ ഒരു അസ്ഥിരത അല്ലെങ്കിൽ സ്ഥായിയായ ഒരു അസ്ഥിരത പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടം രോഗാവസ്ഥകളെയാണ് നമ്മൾ സോഫ്റ്റ് ബൈപ്പോളാർ ഡിസോർഡർ എന്ന് വിശേഷിപ്പിക്കുന്നത്. സാർ, നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിലുള്ള ചില സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സോ ഒക്കെ വളരെ നല്ല പെരുമാറ്റമായിരിക്കും, വളരെ നോർമലി നല്ല പെരുമാറ്റത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഇപ്പോൾ ചില ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ മറ്റോ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിട്ട് പെരുമാറുകയും വളരെ അബ്യൂസായിട്ട് രീതിയിൽ സംസാരിക്കുന്ന പ്രകൃതം പെട്ടെന്നൊരു ലിക്കർ കഴിച്ചാൽ, ഒരു പെഗ് കഴിച്ചാൽ പോലും ഉണ്ടാകുന്ന തരത്തിലേക്ക് അവർ മാറാറുണ്ട്. അപ്പോൾ ഇതൊരു ബൈപ്പോളാർ ഡിസോർഡറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഇത്തരം ആൾക്കാർക്ക് നമുക്ക് ചികിത്സ നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും?
ഇപ്പോൾ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, എല്ലാ വസ്തുക്കളും എല്ലാവരുടെയും തലച്ചോറിന് പിടിക്കുകയില്ല എന്നുള്ളതാണ്. ഇപ്പം മദ്യം എന്ന് പറയുന്നത് പലരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ചിലർക്ക് ഒരു 3-4 പെഗ് മദ്യം കഴിച്ചാലും സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരാറില്ല. ചിലർക്ക് 30 ml കഴിച്ചാൽ തന്നെ അവരുടെ സ്വഭാവത്തിൽ കഠിനമായ വ്യത്യാസങ്ങൾ വരും. ഈ ചെറിയ അളവിൽ മദ്യപിക്കുമ്പോൾ തന്നെ പെരുമാറ്റത്തിൽ വലിയ തോതിലുള്ള വ്യത്യാസം കാണുന്നുവെങ്കിൽ ഇത്തരം ആളുകൾ ഈ ഒരു വൈകാരിക അസ്വാസ്ഥ്യം അല്ലെങ്കിൽ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥ വരാൻ സാധ്യത കൂടുതലുള്ള വ്യക്തികളാണ്. അവർക്ക് ഇപ്പോൾ ആ അസ്വാസ്ഥ്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് ഭാവിയിൽ അത് വരാൻ സാധ്യത കൂടുതലുണ്ട്. ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇത്തരം ആളുകൾ ഈ വൈകാരിക അസ്വാസ്ഥ്യം വരാൻ കൂടുതൽ സാധ്യതയുള്ളവർ 30 ml 60 ml കുടിക്കുമ്പോൾ തന്നെ കഠിനമായ ദേഷ്യപ്രകടനങ്ങൾ അല്ലെങ്കിൽ യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാത്ത രീതിയിലുള്ള അശ്ലീല സംഭാഷണങ്ങൾ, അശ്ലീല പാട്ടുകൾ, അശ്ലീല ചേഷ്ടകൾ, ഇതൊക്കെ കാണിക്കുന്ന ഒരു സർവ്വനിയന്ത്രണങ്ങളും വിട്ടുപോകുന്ന പോലത്തെ ഒരു രീതിയിലേക്ക് അവർ പോയേക്കാം. ചെറിയ തോതിൽ മദ്യം കുടിക്കുമ്പോൾ തന്നെ അവർക്ക് സംശയം, പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് സംശയം തോന്നി ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പോകാം. ഇനി രണ്ടാമതൊരു കാറ്റഗറി ആളുകളുണ്ട്, ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയും. അതായത് മാസത്തിലൊരു 10 ദിവസം തുടർച്ചയായി മദ്യപാനമായിരിക്കും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി മദ്യപിച്ച് ബോധം കെട്ട് വീഴും. ഒരു ജോലിയും ഈ ദിവസങ്ങളിൽ ചെയ്യില്ല. ഈ 10 ദിവസം കഴിയുന്നതോടുകൂടി പൊടുന്നനെ അവരുടെ മദ്യപാനം നിൽക്കും. അടുത്തൊരു 20 ദിവസം അവർ നന്നായി ജോലിക്ക് പോകും, മദ്യത്തിൻ്റെ യാതൊരു ചിന്തകളുമില്ല. എന്നാൽ ഈ 20 ദിവസം കഴിഞ്ഞ് 21-ാം ദിവസം വരുമ്പോൾ വീണ്ടും രാവിലെ തൊട്ട് വീണ്ടും മദ്യത്തിൻ്റെ ഉപയോഗത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇത്തരം ആളുകളെ കാണുമ്പോൾ ബന്ധുക്കൾക്ക് വലിയ സംശയമാണ്, ഇതെന്ത് ചെയ്യണം? സ്ഥിരം മദ്യപിക്കുന്ന ആളാണെങ്കിൽ ചികിത്സയ്ക്ക് വിധേയമാക്കാം. ഈ 10 ദിവസം ഫുൾ ടൈം കൂടി അടുത്ത 20 ദിവസം കുടിക്കുന്നില്ല, ഇവരെ എന്ത് ചെയ്യണം? പക്ഷെ മനസ്സിലാക്കണം, ഈ ബിഞ്ച് ഡ്രിങ്കിങ് ഡിസോർഡർ എന്ന് പറയുന്നത് ഈ വൈകാരിക അവസ്ഥയിലെ ഒരു അസന്തുലിതാവസ്ഥയുടെ ലക്ഷണമാണ്. കാരണം ഈ വൈകാരിക അവസ്ഥയ്ക്ക് പ്രത്യേക തരത്തിലുള്ള വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് അവർ ഈ മദ്യത്തിൻ്റെ ഉപയോഗത്തിലേക്ക് അമിതമായിട്ട് പോകുന്നത്. പലപ്പോഴും അമിത ഉത്കണ്ഠയോ അമിത വിഷാദമോ ഒക്കെ തോന്നുന്ന ആ ഘട്ടത്തിലാണ് അവർ മദ്യത്തിൽ മുങ്ങിക്കുളിക്കുന്നത്. ഒരു സ്വയം ചികിത്സയ്ക്കുള്ളൊരു ഔഷധമായിട്ട് മദ്യത്തെ പ്രയോജനപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് അവരുടെ ഉത്കണ്ഠയും ചെയ്യുമ്പോൾ പിന്നെ അവർ തൽക്കാലം മദ്യത്തെ ഉപേക്ഷിച്ചൊരു നോർമൽ ജീവിതത്തിലേക്ക് വരികയാണ്. പക്ഷേ ദിവസങ്ങൾക്കകം വീണ്ടും ഇവരിലേക്ക് ഈ മാനസിക അസ്വാസ്ഥ്യം തിരിച്ചു വരുന്നു, വീണ്ടും മദ്യത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ ബിഞ്ച് ഡ്രിങ്കിങ് പാറ്റേൺ കാണുന്ന ആളുകളെ തീർച്ചയായിട്ടും ഒരു ചികിത്സയ്ക്ക് വിധേയമാക്കുന്നതാണ് നല്ലതെന്നാണ് ശാസ്ത്രം പറയുന്നത്. കാരണം ഇത്തരക്കാരെ അങ്ങനെ അവഗണിച്ച് വിട്ടാൽ അവർ കുറച്ച് കഴിയുമ്പോൾ ഒരു പൂർണ്ണമായ ഒരു ബൈപ്പോളാർ ഡിസോർഡർ പോലത്തെ വൈകാരിക അസ്വാസ്ഥ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും സാർ, ഈ ബൈപ്പോളാർ ഡിസോർഡറിനുള്ള ചികിത്സ നമുക്ക് പ്രകാരമാണ്? പലപ്പോഴും ഇത്തരം ബൈപ്പോളാർ ഡിസോർഡറുള്ള ആൾക്കാർ നമ്മുടെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തപ്പെടാതെ മറ്റുള്ള ശാഖകളിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം മന്ത്രവാദം പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തപ്പെടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അല്ല, നമ്മുടെ നാട്ടിൽ പൊതുവേ ഇത്തരം ഏത് മാനസിക പ്രശ്നം വന്നാലും ആദ്യം അതൊരു ബാധ കൂടിയതിൻ്റെ ലക്ഷണമാണെന്ന് ധരിച്ച് അങ്ങനത്തെ മന്ത്രവാദത്തിൻ്റെയൊക്കെ പുറകെ പോകുന്ന ആളുകളുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ മാനസിക രോഗങ്ങൾ, ബൈപ്പോളാർ അടക്കമുള്ള മാനസിക രോഗങ്ങൾ തലച്ചോറിലെ പ്രവർത്തനങ്ങളുടെ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. ഇപ്പോൾ കാലൊടിഞ്ഞ ഒരു മനുഷ്യന് കാലൊടിഞ്ഞതിന് വേണ്ട ചികിത്സകൾ കൊടുക്കണം. അയാൾക്ക് അതിന് വേണ്ട ശസ്ത്രക്രിയയോ പ്ലാസ്റ്ററോ വല്ലതും കൊടുക്കാതെ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ആ കാലിലെ ഒടിവ് നേരെയാകില്ല എന്ന് പറയുന്നത് പോലെ ഈ ബൈപ്പോളാർ ഡിസോർഡർ പോലുള്ള അസുഖങ്ങളിൽ തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ അളവിലെ വ്യത്യാസങ്ങളാണ് ഈ രോഗലക്ഷണമായിട്ട് മാറുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള മരുന്നുകളും ചികിത്സയും കൊടുക്കാത്ത പക്ഷം അവരുടെ തലച്ചോറിലെ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വഷളായി വരാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബൈപ്പോളാർ ഡിസോർഡർ പോലെയുള്ള അസുഖങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് കൃത്യമായിട്ടൊരു ചികിത്സ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ചികിത്സ എടുക്കാത്ത പക്ഷം എന്താ സംഭവിക്കുക, അതിൻ്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ്, അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ബൈപ്പോളാർ ഡിസോർഡർ ചികിത്സ എടുക്കാതെ മുന്നോട്ട് പോയാൽ കാലക്രമേണ റാപ്പിഡ് സൈക്ലിംഗ് ബൈപ്പോളാർ എന്നൊരു അവസ്ഥയിലേക്ക് പോകാം. റാപ്പിഡ് സൈക്ലിംഗ് ബൈപ്പോളാർ എന്ന് പറഞ്ഞാൽ ദ്രുത ചാക്രിക എന്ന് പറയാം. അതായത് ഒരു വർഷത്തിൽ തന്നെ 4 അതിലധികമോ പ്രാവശ്യം ഉന്മാദമോ വിഷാദമോ ഒക്കെ മാറി വരിക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യസമയത്ത് അത് ആദ്യഘട്ടത്തിലെ ചികിത്സിക്കാതെ അതിനെ അവഗണിച്ചാൽ ഇതിൻ്റെ തീവ്രത കൂടി വരും, ഇതിൻ്റെ ഇടവേളകളും കൂടി വരും. ഇപ്പോൾ ഒരു വർഷത്തിൽ തന്നെ 4 പ്രാവശ്യം അസുഖം വരിക എന്ന് പറഞ്ഞാൽ മിക്കവാറും ആ വർഷം മൊത്തം ചികിത്സയുടെ പുറകെ പോകേണ്ട അവസ്ഥ വരും. പ്രയോജനപ്രദമായ എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരാം. ചിലപ്പോൾ വിവാഹ ജീവിതത്തിനെ തന്നെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് അത് പോയെന്ന് വരാം എന്നുള്ളതാണ്. അപ്പോൾ ഈ റാപ്പിഡ് സൈക്ലിംഗ് ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ
തീർച്ചയായിട്ടും ഒരു ദീർഘകാലം അനിശ്ചിതകാലം തന്നെ മരുന്നുകൾ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകാം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ബൈപ്പോളാർ ഡിസോർഡർ ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. ഇതിൻ്റെ വിഷാദത്തിൻ്റെ ആ തീവ്രമായ ഘട്ടത്തിൽ നിരാശ തോന്നാം. പക്ഷേ ആ വിഷാദത്തിൽ നിന്ന് കരകയറി അങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ മനസ്സിൽ കടുത്ത നിരാശയുമുണ്ട്, എന്നാൽ ശരീരത്തിൻ്റെ ചലനങ്ങളുടെ ഗതിവേഗം വളരെ കൂടുതലുമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും മനസ്സിലുള്ള ഈ നിരാശാബോധം പ്രവൃത്തിയായിട്ട് പരിണമിക്കുന്നത്. മനസ്സിലെ ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ളൊരു ചിന്ത പ്രാവർത്തികമാക്കിയ ആ വ്യക്തി ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. മാത്രമല്ല, ഇത്തരം ബൈപ്പോളാർ ഡിസോർഡർ ഉള്ള ആളുകൾക്ക് രോഗപ്രതിരോധ ശക്തി കുറയും. അങ്ങനെ വന്നാൽ അവർക്കുള്ള ഏതെങ്കിലും ശാരീരിക രോഗങ്ങൾ, പ്രമേഹമോ ഹൃദ്രോഗമോ അത്തരം ശാരീരിക രോഗങ്ങളുണ്ടെങ്കിൽ അത് വഷളായി വരാനും ഇത് കാരണമാവും എന്നുള്ളതാണ്. സാർ, ബൈപ്പോളാർ ഡിസോർഡറിൻ്റെ ചികിത്സയെക്കുറിച്ച് സാർ പറയുകയുണ്ടായി. ഈ ചികിത്സയ്ക്ക് തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ചികിത്സയ്ക്ക് തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ശരിയായ രോഗനിർണയം നടക്കാതെ വരുന്നതാണ് ചികിത്സയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒന്നാമത്തെ കാര്യം. കാരണം പലപ്പോഴും ഒരു വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ എന്തെങ്കിലും ഒരു വിഷാദ വിരുദ്ധ ഔഷധം അങ്ങ് കൊടുക്കുക കുറേ നാളത്തേക്ക്. അത് പിന്നെ എത്ര നാൾ കഴിഞ്ഞ് നിർത്തണമെന്നൊന്നും കൃത്യമായിട്ടൊരു നിർദ്ദേശം വരുന്നില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിലുള്ള ഒരു വിഷാദരോഗം മാത്രമാണോ അതോ ബൈപ്പോളാർ ഡിസോർഡറിൻ്റെ ഭാഗമായ വിഷാദമാണോ? രണ്ടിൻ്റെയും ചികിത്സയുടെ രീതികൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. രണ്ട്, ഈ വിഷാദ രോഗത്തിൻ്റെ ഒപ്പം ചില മാനസിക വിഭ്രാന്തി ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ടാകാം. ഞാൻ മുൻപേ സൂചിപ്പിച്ച പോലെ ചെവിയിൽ അശരീരി മുഴങ്ങുന്ന പോലെയുള്ള മിഥ്യാനുഭവങ്ങൾ, ആരൊക്കെയോ വധിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങൾ. അപ്പോൾ ഈ വിഭ്രാന്തി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് സവിശേഷമായ ചികിത്സ ആവശ്യമാണ്. ഒരു വിഷാദവിരുദ്ധ മരുന്ന് മാത്രം കൊടുത്തതുകൊണ്ട് അതിൽ പ്രയോജനമുണ്ടായി. മൂന്നാമത്തെ ഒരു ഘടകം, പലപ്പോഴും ഈ ബൈപ്പോളാർ ഡിസോർഡർ പോലെയുള്ള രോഗങ്ങളുടെ പുറകിൽ ചില ശാരീരികമായ പ്രശ്നങ്ങളും പങ്കുവഹിക്കും. ഉദാഹരണത്തിന് ചില ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ. നമ്മുടെയൊക്കെ കഴുത്തിൻ്റെ മുൻപിൽ സ്ഥിതി ചെയ്യുന്ന തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന തൈറോയിഡ് ഹോർമോണുകൾ പല അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെ സ്വാധീനിക്കും, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കും. മനസ്സിൻ്റെ വൈകാരിക അവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും അവയ്ക്ക് പങ്കുണ്ട്. അപ്പോൾ ഈ തൈറോയിഡ് ഹോർമോണുകളുടെ അളവ് കുറയുന്ന ഒരു സാഹചര്യത്തിൽ, ഹൈപ്പോതൈറോയിഡിസം, ആ ഘട്ടത്തിൽ വിഷാദത്തിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. അതേപോലെ തൈറോയിഡിൻ്റെ ഹോർമോണുകളുടെ അളവ് കൂടുന്ന സമയത്ത് അമിത ഉത്കണ്ഠയുടെയും ചിലപ്പോൾ ഒരു ഉന്മാദ സമാനമായ ലക്ഷണങ്ങളും പ്രത്യക്ഷപ്പെടാം. അപ്പോൾ ഈ പലപ്പോഴും ബൈപ്പോളാർ ഡിസോർഡർ പോലെയുള്ള അവസ്ഥകൾ ഉള്ളവരിൽ അനുബന്ധമായി തൈറോയിഡ് വ്യതിയാനങ്ങൾ കാണാം. ഇത് തിരിച്ചറിയുകയും ഇത് ചികിത്സിക്കുകയും കൂടെ ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടുള്ള രോഗവിമുക്തിക്ക് അത്യാവശ്യമാണ്. ഇനി ഇതിന് നേരെ വിപരീതമായിട്ടും വരാം. ഇപ്പോൾ ചില സമയത്ത് ഈ ബൈപ്പോളാർ അല്ലാത്ത തരത്തിലുള്ള സാധാരണ വിഷാദ രോഗത്തെ ഒരു ബൈപ്പോളാറിനെ ചികിത്സിക്കുന്ന രീതിയിൽ ചികിത്സിച്ചാലും ചിലപ്പോൾ പ്രശ്നം വരാം. ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഇല്ലാത്ത വിഷാദ രോഗത്തിന് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉള്ള വിഷാദം പോലെ ചികിത്സിച്ചാൽ അതും അപകടമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം രോഗാവസ്ഥകളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർണാവസ്ഥ, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഈ രോഗങ്ങൾ വഷളാകും എന്നുള്ളതാണ്. കാരണം ഈ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണമാവുന്ന തലച്ചോറിലെ രാസവ്യതിയാനങ്ങളെ അല്പം കൂടെ വഷളാക്കുന്ന ഒരു ജോലിയാണ് മിക്കവാറും ലഹരി വസ്തുക്കൾ, മദ്യമായാലും കഞ്ചാവായാലും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ബൈപ്പോളാർ ഉള്ള ആളുകൾ 2-3 കാര്യങ്ങൾ കർശനമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്രയും കാലം കൃത്യമായി മരുന്നുകൾ തുടരണം. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ നിർത്താൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഉറക്കം ഇളച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, പ്രവൃത്തികൾ, ജോലികൾ, പഠനം, ഇതൊന്നും ഇവർ ഒഴിവാക്കുന്നതാണ് നല്ലത്. മൂന്നാമത്തെ കാര്യം, ലഹരി വസ്തുക്കൾ, മദ്യം, കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ചില ഫംഗ്ഷനുകൾക്ക് പോയി ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഒന്ന് കമ്പനിക്ക് വേണ്ടി കഴിച്ചു, അതുപോലും ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുകയും നിശ്ചിത കാലം കൃത്യമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബൈപ്പോളാർ ഡിസോർഡറിൻ്റെ അവസ്ഥയിൽ നല്ല രീതിയിലുള്ള പുരോഗതി വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും സാർ, ഇത് സ്ത്രീ പുരുഷ വ്യത്യാസം ഇതിനകത്ത് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ പുരുഷന്മാർക്കാണ് ഈ ബൈപ്പോളാർ ഡിസോർഡർ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു രീതിയിലുള്ള കണക്കുകൾ നമുക്കുണ്ടോ? അപ്പോൾ ഇതിൽ ഈ സ്ത്രീ പുരുഷ വ്യതിയാനം നോക്കിക്കഴിഞ്ഞാൽ വിഷാദ രോഗത്തിൻ്റെ ഒരു ലക്ഷണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പൊതുവേ സ്ത്രീകളിലാണ് കൂടുതലായിട്ട്. ഞാൻ മുമ്പേ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത് പുരുഷന്മാരിൽ വരുന്നതിനേക്കാൾ ഒരു ഇരട്ടിയോളം. കാരണം അതിന് കാരണങ്ങളുമുണ്ട്, ജീവശാസ്ത്രപരമായ കാരണങ്ങളുമുണ്ട്. കാരണം സ്ത്രീകൾ എടുക്കുന്ന ഒരു ഭാരം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആർത്തവവുമായി ബന്ധപ്പെട്ട് പ്രസവവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ, ഇതൊക്കെ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ കൂടുതൽ സ്ത്രീകളിൽ ഉണ്ടാവാനായിട്ട് കാരണമാവുന്നുണ്ട്. സ്ത്രീകളിൽ 2 പ്രധാന ഘട്ടങ്ങളിൽ ഇത്തരം വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ വരും. ഒന്ന്,
ആർത്തവത്തിന് തൊട്ട് മുൻപുള്ള സമയത്ത് ആർത്തവ പൂർവ്വ വിഷാദം എന്ന് പറയും. ഈ ആർത്തവം പ്രത്യക്ഷപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള 3-4 ദിവസം കഠിനമായ വിഷാദം, നിരാശ, പലപ്പോഴും ഉത്കണ്ഠ, ആത്മഹത്യാ പ്രവണത, കഠിന ദേഷ്യം ഇതൊക്കെ വന്നേക്കാം. പക്ഷേ ആർത്തവം ആരംഭിക്കുന്നതോടുകൂടി അത് സ്വാഭാവികമായിട്ട് ഇല്ലാതാവും. പക്ഷേ എല്ലാ മാസവും ഈ 4-5 ദിവസം കഠിനമായ പ്രയാസമായിരിക്കും ഇത്തരം ആളുകളിൽ. മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് പ്രസവാനന്തര വിഷാദം. പ്രസവം കഴിഞ്ഞിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ചില ഹോർമോണൽ വ്യത്യാസങ്ങൾ മൂലം വിഷാദ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം, അല്ലെങ്കിൽ ചില ആളുകൾ ഉന്മാദ ലക്ഷണങ്ങളായിട്ടും അത് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമതൊരു ഘട്ടത്തിലും സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട് വരാം. ഇത് ആർത്തവ വിരാമത്തിന് ശേഷം. ആർത്തവ വിരാമം എന്ന് പറയുമ്പോൾ ശരീരത്തിലെ ചില ഹോർമോണുകളുടെ അളവിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്ന ഘട്ടമാണ്. ഈ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ചില ശാരീരിക ലക്ഷണങ്ങളായിട്ടായിരിക്കും വിഷാദം പ്രത്യക്ഷപ്പെടുന്നത്. ശരീരമാസകലം ഒരു പുകച്ചിൽ, വേർത്ത് കുളിക്കുക രാത്രിയിൽ, നെഞ്ചിടിപ്പ് കൂടുക, കഠിനമായ ഉത്കണ്ഠ ലക്ഷണങ്ങൾ, ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ല. ഇത് ആർത്തവ വിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം രീതികളിലൊക്കെ സ്ത്രീകളിൽ കുറച്ച് കൂടുതൽ സാധ്യത പുരുഷന്മാരെ അപേക്ഷിച്ച് കാണുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു ചികിത്സ എടുത്താൽ, മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും ഉപയോഗിച്ച് കറക്റ്റായിട്ടുള്ളൊരു ചികിത്സ എടുത്താൽ ഇതിനെ വളരെ നല്ല രീതിയിൽ നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയും. തീർച്ചയായിട്ടും സാറിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സോഫ്റ്റ് ബൈപോളാർ ഡിസോർഡറിനെ കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നു. ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.